നൗഷാദ് റെസിപ്പീസ് പെരിന്തൽമണ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ചൂടിനും നോമ്പുതുറക്കൊക്കെ പറ്റിയ നല്ല അടിപൊളിയൊരു തണ്ണിമത്തൻ ജ്യൂസാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു തണ്ണിമത്തൻ ജ്യൂസാണ് നമ്മൾ തയ്യാറാക്കാൻ പോണത്. അപ്പോൾ വീഡിയോ ആദ്യം തന്നെ കാണുന്നവരൊന്ന് ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തണ്ണിമത്തൻ ജ്യൂസ് എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ നോക്കാം. നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനായി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കസ്കസ് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഒരു തണ്ണിമത്തൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 പീസായിട്ട് മുറിക്കാം. ഈ 2 പീസാണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കണം. ഇതേപോലെ നൈസാക്കിയിട്ട് മുറിച്ചെടുക്കാം. ചെറിയ കഷ്ണങ്ങളാണ്. അപ്പോൾ തണ്ണിമത്തനൊക്കെ പല രൂപത്തിലും പല രീതിയിലും മുറിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഞാൻ ഈ രീതിയിലാണ് കാണിക്കുന്നത്. കുരു കളയണില്ല. ഇതിൻ്റെ കുരു കളയാതെ തന്നെയാണ് നമ്മൾ ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത്. ഒരു പാത്രം വെച്ചെടുക്കാം. അതിലേക്ക് അരിഞ്ഞിടാം. അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിടാം. ഇപ്പോൾ ഒരു പീസ് തണ്ണിമത്തൻ നമ്മൾ ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ തണ്ണിമത്തൻ്റെ അളവൊന്നും ഞാൻ പറയണില്ല. അത് ആവശ്യാനുസരണം നിങ്ങളെ ആൾക്കനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പീസ് ഇവിടെ ബാലൻസ് ഉണ്ട്. ഇതിൻ്റെ ഒരു പകുതിയും കൂടി നമുക്ക് എടുക്കാം. ഈ ഒരു പീസിൻ്റെ പകുതിയും കൂടി എടുക്കാം. ഈ ഒരു പീസ് നമുക്ക് ഇവിടെ മാറ്റി വെക്കാം. അത് ആവശ്യമുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോമ്പുതുറക്കൊക്കെ ഇതുണ്ടാക്കുമ്പോൾ പഞ്ചസാര പരമാവധി കുറക്കവും നല്ലത്. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കാം നമുക്ക്. എല്ലാതും ഉടഞ്ഞു പോകണ്ടോ. ഒരു ചെറിയ രീതിയിൽ ഉടഞ്ഞു കിട്ടിയാൽ മതി. ഇപ്രാവശ്യം ചൂടുകാലത്താണ് നോമ്പ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നല്ല ക്ഷീണം കാണും. അപ്പോൾ ആ ക്ഷീണത്തിന് ഇത് ഒന്ന് കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഉന്മേഷം കിട്ടും. ഇതേപോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അധിക ചിലവൊന്നുമില്ല. 2-3 ഇൻഗ്രീഡിയൻസ് മതി. അതുകൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൽ വേറെ കളറോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർക്കണില്ല. അപ്പോൾ ഇതിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ ഉടച്ചെടുത്തിട്ട് ഇതിൻ്റെ വെള്ളം നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത്. ഇത് അത്യാവശ്യം നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പത്തിന് വെള്ളം വരുന്നൊക്കെ രീതിയിൽ ഉടച്ചെടുക്കണം. ഈ 2 ഏലക്കായുടെ കുരു പൊടിച്ചെടുത്താണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഏലക്കായ് പൊടി ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാട്ടോ. അപ്പോൾ ഇവിടെ ഏലക്കാപ്പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഏലക്കായുടെ കുരു പൊടിച്ചെടുത്തത് അത് ചേർത്തത്. ഇനി ഇതിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഫ്രിഡ്ജിൽ തണുപ്പിച്ച പാലാണ് കേട്ടോ. അത് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ വേറെ കളറോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നല്ലൊരു പിങ്ക് കളറ് കണ്ടോ വന്നില്ലേ. അപ്പോൾ ഇതിലൊരു മഞ്ഞ കളറ് കാണുന്ന കുരു അത് മൂക്കാത്ത കുരുകളാട്ടോ. അതാണ് ഈ മഞ്ഞ കളറായിട്ട് പൊന്തി കിടക്കുന്നത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് ഒഴിവാക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ഇട്ട് കുടിക്കുകയും ചെയ്യാം. കുഴപ്പമില്ല. ഞാനിത് ഒഴിവാക്കണില്ല. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച കസ്കസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ പെട്ടെന്ന് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം.
തണ്ണിമത്തൻ ജ്യൂസ്. ഇത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഐസ് ക്യൂബ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല, തണുപ്പിന് വേണ്ടിയിട്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് തണ്ണിമത്തൻ മാറ്റി വെച്ച ആ തണ്ണിമത്തൻ്റെ പീസ് നമുക്ക് എടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. ഇത് മതി കേട്ടോ. ഇതൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ മുറിച്ചെടുക്കുകയാണ് ഗ്ലാസ്സിൽ ഒഴിക്കുമ്പോൾ. ഇനി ഇതിൻ്റെ കുരു നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കാം. മുറിച്ചെടുത്തിട്ട് കുരു ഒഴിവാക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. സംഭവം പോരും. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ജ്യൂസ് കണ്ടോ, ഈ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതാ ഏകദേശം ഈ ഒരു പരിപാടി നമുക്ക് കിട്ടും. കുറച്ച് ലൂസാണ്, കുഴപ്പമില്ല. നമ്മൾ നോമ്പ് തുറക്ക് ഉപയോഗിക്കുമ്പോൾ പിന്നെ അത്യാവശ്യം വെള്ളം കുടിക്കുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ലൂസിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് മതി. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഗ്ലാസ്സിലേക്ക് ഇതിൻ്റെ അടിയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തണ്ണിമത്തൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ജ്യൂസ്. ദാഹം മാറാനും ക്ഷീണം മാറാനും നോമ്പുതൊക്കെ പറ്റിയൊരു ജ്യൂസാട്ടത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഒരു ജ്യൂസാണിത്.